പഞ്ചസാരയും മൈദയും ഒക്കെയാണ് നമ്മുടെ അറിവിൽ കൂടുതൽ അപകടകാരിയായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ അല്ലേ. എന്നിരുന്നാൽ ഈ പഞ്ചസാരയും മൈദയേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് എന്നാണ് പറയുന്നത്. അതായത് ഈ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല ബേക്കറിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾക്കകത്തും ഫില്ലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഒരു ബൾക്കിനെസ് തോന്നുന്നതിന്. മാത്രമല്ല ഇതിന് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നതിന്, കൂടുതൽ രുചി ഫീൽ ചെയ്യിക്കുന്നതിന് എല്ലാം ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ചാണ് ഇന്ന് എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഷുഗറോ അല്ലെങ്കിൽ മൈദയോ പ്രവർത്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ദഹിച്ച രക്തത്തിലേക്ക് ഷുഗർ കൂട്ടാൻ കാരണമാകും, വളരെ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാക്കാൻ കാരണമാകും, വളരെ പെട്ടെന്ന് വണ്ണം വയ്ക്കും, വളരെ പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടും, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും, ലിവറിന് വളരെ പെട്ടെന്ന് കേടുണ്ടാക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ വർദ്ധിക്കുന്നതിന് ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കിന്റെ പുറകിലും ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ചിന് പ്രധാന പങ്കുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് നമ്മൾ കഴിക്കുന്നില്ലല്ലോ, നമ്മൾ മാക്സിമം പോയാൽ മൈദയല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾ വാങ്ങുന്ന പല പാക്കറ്റുകളുടെയും പുറകിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് ഉണ്ടാകും, അതിന്റെ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവില്ല. മിക്കവാറും എഴുതിയിരിക്കുന്നത് മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് വിളിക്കുന്ന ഒരു ഷുഗറിന്റെ പേരായിരിക്കും, അതല്ലെങ്കിൽ മോഡിഫൈഡ് കോൺ സ്റ്റാർച്ച് എന്നായിരിക്കും എഴുതിയിരിക്കുക. ഇതൊക്കെ പലരും ബിസ്ക്കറ്റിന്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. മോഡിഫൈഡ് ഫുഡ് സ്റ്റാർച്ച് എന്ന് എഴുതുന്നവരുണ്ട്, വെറും കോൺ സ്റ്റാർച്ച് എന്ന് എഴുതുന്നവരുണ്ട്, മോഡിഫൈഡ് തപ്പിയോക്ക സ്റ്റാർച്ച് എന്ന് എഴുതുന്നവരുണ്ട്, വീറ്റ് സ്റ്റാർച്ച് എന്ന് എഴുതുന്നവരുണ്ട്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വാങ്ങുന്ന ഈവൻ ബ്രെഡിന്റെ പുറകിൽ പോലും നിങ്ങൾ ഈ പേരുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത്, നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങി നൽകരുത്. പരമാവധി മലയാളികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.